ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ റാഹത്തല്ലേ? അപ്പോൾ ഇന്ന് ഒത്തിരി ഒത്തിരി സന്തോഷം നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഇന്നലെ കിട്ടി. അപ്പോൾ അതെന്താ കിട്ടിയേ ഏതാ കിട്ടിയെന്നൊക്കെ നിങ്ങൾക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വരി നമ്മൾ അടുക്കളയിലത്തെ കുറച്ച് പണികളൊക്കെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ അജൂസ് ഉണ്ട് കേട്ടോ. അജൂസ് രാവിലെ തന്നെ എനിക്ക് കരിവേപ്പിൻ്റെ ഇല പറിച്ച് തരാൻ പോവാണ്. എനിക്ക് പിന്നെ ഈ മസാല ഇട്ടിട്ടുള്ള ഉണ്ടാക്കുമ്പോൾ അതിൽ കരിവേപ്പിൻ്റെ ഇല ഇല്ലാതെ നടക്കൂല കേട്ടോ. പലരും കരിവേപ്പിൻ്റെ ഇല ഇല്ലാതൊക്കെ ഉണ്ടാക്കണം കാണാം. പക്ഷേ ഈ കരിവേപ്പിൻ്റെ സ്മെല്ല് വേണം കറിയിലും എന്തുണ്ടാക്കുമ്പോഴായാലും. അപ്പോൾ ഓളിങ്ങനെ വലിയ അഭിപ്രായം പറയാം കേട്ടോ. എൻ്റെ കരിവേപ്പന്മാരാണ് വലുതായത്, ഓളതാണ് വലുതായത്, ഉമ്മച്ചിൻ്റെ ക്ഷീണിച്ചിക്കണെന്നൊക്കെ. അങ്ങനെ ഓളിങ്ങനെ ആലോചിച്ച് എങ്ങനെയാണ് പറക്കേണ്ടതെന്നൊക്കെ ആലോചിക്കുന്നുണ്ടാവുക. ഇന്നലെ വരെ നമ്മളെ ഗ്ലാസ്സിലാക്കി വെച്ച കരിവേപ്പിൻ്റെ ഇല ഉണ്ടായിരുന്നു, തീർന്നു കേട്ടോ. അപ്പോൾ ഓളത് പറിച്ചിട്ട് അവളും കൂടി തരിക കേട്ടോ. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ രാവിലെ ഉണ്ടാക്കണ ഗ്രീൻ പീസ് നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ബീച്ചിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് ഗ്രീൻ പീസ് കഴിച്ചപ്പോൾ 50 ഉറുപ്പ്യേൻ്റെ ഗ്രീൻ പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുതൽ അവർക്ക് തോനെ ഗ്രീൻ പീസ് തിന്നാൻ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയ തോനെ തിന്നാലോ, വെറുതെ അത്രയും പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ. 100 ഉറുപ്പ്യക്ക് നമുക്ക് ഗ്രീൻ പീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ 2 ദിവസമൊക്കെ തോനെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇന്നാൾ വാങ്ങിയതിൻ്റെ ബാക്കിയുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരിയോ ചപ്പാത്തിയോ അങ്ങനെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്കും ഇഷ്ടം കേട്ടോ. പക്ഷേ എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ രാവിലെ മുതലേ എനിക്ക് ശരീരത്തിന് എന്തോ ഒരു ക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ചൂടായി കൊണ്ടാട്ടോ. ഓളെന്ത് ചോദിക്കണേനും ഞാൻ ചൂടായിട്ടേന് സംസാരിക്കുന്നുണ്ടേന്. അപ്പം എന്നോട് പറയുന്നത് ഉമ്മച്ചി എന്തിനാ ഇങ്ങനെ ചൂടാവണേന്ന്. പാവാണ് മക്കൾ. പിന്നെ ഓള് ഇളക്കാനും ഓരോന്ന് ചോദിക്കാനും ഒക്കെ ഉണ്ടേന് കേട്ടോ കൂടെ. നമുക്ക് ശരീരത്തിന് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ദേഷ്യമല്ലേ, എല്ലാവരോടും ദേഷ്യം പിടിക്കൂലേ. എനിക്ക് ഇടയ്ക്കൊക്കെ ആ സ്വഭാവം ഉണ്ട് കേട്ടോ. ഞാൻ അത്ര ദേഷ്യം പിടിക്കാത്ത ആളൊന്നുമല്ല. ചില സമയത്തൊക്കെ ദേഷ്യം പിടിക്കുക, പക്ഷെ പുറത്തുള്ള ആൾക്കാരോടൊന്നും ദേഷ്യം കാണിക്കൂല. മക്കളെടുത്ത് നമുക്ക് സ്വന്തമായിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ദേഷ്യം കാണിക്കും കേട്ടോ, ചെറുതായിട്ടൊക്കെ. എനിക്ക് അത്രയും വയ്യെങ്കിലും ഉമ്മച്ചിയൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ വിളിച്ച്, ഞങ്ങളൊന്ന് വെച്ച് പോവുമോ എന്നൊക്കെ ചോദിക്കും ചില സമയത്ത് കേട്ടോ. എൻ്റെ സ്വഭാവം പിന്നെ ഉമ്മക്കും അനിയത്തിക്കൊക്കെ നല്ലോണം അറിയാം, ആങ്ങൾക്കൊക്കെ. ചില സമയത്ത് എൻ്റെ ഒരു സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടപ്പെടില്ല കേട്ടോ. അങ്ങനെ ഏതായാലും രാവിലെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഓരോ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെയും ഒന്ന് കിടക്കണമെന്ന് വിചാരിക്കുക. രാത്രി ഒട്ടും ഉറങ്ങിയിട്ടില്ല സത്യം പറഞ്ഞാൽ. എന്തോ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ശരീരത്തിന്. അങ്ങോട്ട് കിടന്നിട്ടോ ഇങ്ങോട്ട് കിടന്നിട്ടോ ഒന്നും ഉറക്കം കിട്ടണില്ലായിരുന്നു. കുറേ ദിക്കറൊക്കെ ചൊല്ലി നോക്കി, പക്ഷെ എന്നാലും മനസ്സിനൊക്കെ കുറച്ചൊരു സമാധാനമായി. അങ്ങനെ രാവിലെ ഇതുണ്ടാക്കാൻ നിന്നത്. അങ്ങനെ ആ ജ്യൂസ് എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ സന്തോഷമുള്ള കാര്യം ഇനിയും പറഞ്ഞില്ല അല്ലേ. ആ സന്തോഷമുള്ള കാര്യം കേട്ടോളി. 4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നമുക്ക് വരുമാനം കിട്ടി ഇന്നലെ. അപ്പം കഴിഞ്ഞ തവണ ഫെബ്രുവരിയിൽ കിട്ടിയത് നമുക്ക് 12 ചില്ലറയായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയ 13 ചില്ലറ കേട്ടോ. ഇത് കേൾക്കാൻ ഒരുപാട് ദിവസമായിട്ട് കാത്തിരിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എനിക്കറിയാം. അപ്പം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി ഉണ്ടാവും എനിക്ക് പൈസ കിട്ടിയെന്ന് വെച്ചാൽ. എല്ലാവരുടെ വീഡിയോ എല്ലാവരും എൻ്റർടൈൻമെൻറ്റായിരിക്കും കാണുന്നുണ്ടാവുക. എൻ്റെ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, നിങ്ങൾക്കറിയാം അല്ലേ. എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചായിട്ട് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓരോന്നും കാണുന്നതെന്നറിയാം. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടണം നിർബന്ധം പിടിക്കുന്ന കുറേ കൂട്ടുകാർ എനിക്ക് എൻ്റെ ചാനലിലുണ്ട്. ഈ എന്നും വീഡിയോ ഇടണം കേട്ടോ, ഞങ്ങളെന്നും കാണാം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട്. അപ്പം എൻ്റെ ആവേശം അതാണ്, എൻ്റെ സന്തോഷം അതാണ്. നിങ്ങൾ ഓരോ കമൻറ്റ് കാണുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറയുന്ന ഇമോജിയൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരും ഓരോ നല്ല നല്ല കമൻസ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് വരുന്നുണ്ട് കേട്ടോ. അത് ഭയങ്കര സന്തോഷം. അതേപോലെ എന്നോട് ഒരുപാട് ആൾക്കാർ പറയലുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ വരുമാനം കിട്ടിയപ്പോഴും പറഞ്ഞിരിക്കണ്, ഇപ്പോഴും ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോ വെറുതെ ഓണാക്കി വെച്ചിട്ട് എനിക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അടുക്കളയിൽ എൻ്റെ വീഡിയോ വോയിസ് ഒന്നും കേൾക്കുക പോലുമില്ല, കാണുക പോലുമില്ല, എന്നിട്ടും അതിലുള്ള പരസ്യമൊക്കെ ഓടിച്ചിട്ട് എനിക്ക് പൈസ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് കമൻ്റ് ഇടാതെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ എന്നെ സ്നേഹിക്കുന്നത്. ഞാനിവിടെ കുത്തിയിരുന്ന് പറയും എനിക്ക് ആരുമില്ല വർത്താനം പറയാൻ, ആരോട് എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത അവസ്ഥയാണെന്നൊക്കെ. പക്ഷേ
ഇത്രയും ആൾക്കാർ എൻ്റെ വീഡിയോ കാണുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ മറന്നു പോകും കേട്ടോ. പക്ഷെ നിങ്ങളോട് എന്നും എനിക്ക് സ്നേഹമുള്ള, എന്നും നന്ദിയുള്ള, ഇത്രയൊക്കെ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നില്ലേ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളോട്. അപ്പോൾ എനിക്ക് വീണ്ടും വരുമാനം കിട്ടി. ഓരോ ദിവസവും കാത്തിരിക്കുകയായിരുന്നു എന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ എത്ര കിട്ടിയെന്ന് ഇപ്പോൾ പറഞ്ഞല്ലോ അല്ലേ. അങ്ങനെ കിട്ടിയതൊന്നും പറയരുതെന്നൊക്കെയാണ് എല്ലാവരും പറയുക, പക്ഷെ ഞാനത് പറയൂ കേട്ടോ. പിന്നെ പലരും വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ പലരും പറയുന്നത് കേൾക്കാം, മാസം ഈ 10,000 വ്യൂസ്, 5,000, 6,000 ഒക്കെ വ്യൂസ് കിട്ടുന്ന, ഡെയിലി വ്യൂസ് കിട്ടുന്ന ആൾക്കാർക്ക് എല്ലാ മാസവും 25,000 വെച്ച് കിട്ടുമെന്ന്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ പ്രൂഫ് സഹിതം കാണിച്ചു തരാം കേട്ടോ. അച്ചൂസ് ഭയങ്കര ഇളക്കലാട്ടോ ഗ്രീൻ പീസ് ഉണ്ടാക്കണതിൽ. ഓള് വലിയ എക്സ്പേർട്ടാണെന്ന് ഓളെ വിചാരം. എന്തായാലും കട്ടൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിന്. ഐഷു മദ്രസ പോയതാട്ടോ. അജുസിന് രാവിലെ അല്ല, മദ്രസ വൈകുന്നേരമാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ എനിക്ക് കൊണ്ടുപോയി ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓള് വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഓക്കും എല്ലാ കുട്ടികളും ഒപ്പം എത്താൻ കഴിയാത്തതിനോടുള്ളൊരു വിഷമവും ഉണ്ട്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് പറ്റണ പോലെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ഐഷു ഉണ്ടല്ലോ, ഓള് പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങളാരും വീഡിയോയിൽ ഇതിന് മുന്നേ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ തൽക്കാലം ഇപ്പോൾ പുസ്തകമൊക്കെ വെച്ചിട്ട് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതാണ് നന്നാവുക വിചാരിക്കുന്നുണ്ടല്ലേ. അവൾക്ക് ടെൻഷൻ ഇങ്ങനെ കൂടും കേട്ടോ. പിന്നെ അടുക്കളയിൽ ഓരോന്നോരൊക്കെ കൂടിത്തരും. എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. ഞാനൊക്കെ ചെറുതാവുമ്പോഴല്ലോ എൻ്റെ അമ്മച്ചീൻ്റെ കൂടെയൊക്കെ അടുക്കളയിൽ പോയിക്കുമ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മച്ചി അറിയും, ഒന്ന് പോയി കളിച്ചാൽ ഞാനിത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിളിക്കും. ഇടയ്ക്കൊക്കെ നമ്മൾ അമ്മേൻ്റെ അടുത്ത് പോയിക്കുമ്പോൾ അമ്മ പറയുന്നത്, പക്ഷെ ഞാൻ അവരെ കൂടെ നിർത്തല. എന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഉള്ള സ്റ്റൈലൊന്നും എനിക്കറിയില്ല കേട്ടോ, ഞങ്ങൾ പോയി നിന്ന് കാണാത്തതിനോണ്ട്. അപ്പം ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇവർ കണ്ട് പഠിക്കട്ടെ, എന്നാലല്ലേ അവർക്കും പഠിക്കാൻ കഴിയുള്ളൂ. എനിക്ക് എൻ്റെ അമ്മച്ചി ഉണ്ടാക്കണതിൻ്റെ കൂട്ടൊന്നും അറിയില്ല. നമ്മൾ ഓരോരുത്തർ നിന്ന് പഠിക്കുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. അമ്മച്ചി ഉണ്ടാക്കുമ്പം അമ്മച്ചീൻ്റെതായ ലോക. ലാസ്റ്റ് അമ്മച്ചി ഒന്ന് ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ കായൊക്കെ കൂട്ടി വെച്ചിട്ട്, പൊന്നോ ഈ ഉപ്പുണ്ടോ നോക്കുക, പൊടിയുണ്ടോ നോക്കുക, അങ്ങനെ വിളിക്കുകയല്ലാതെ ബാക്കി ഒന്നിനും കൂട്ടൂല. എൻ്റെ അനിയത്തിയും അങ്ങനെ തന്നെ കേട്ടോ. ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യണം, അതിലേക്ക് ആരും കൂടുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടായാൽ എനിക്കത് കുറച്ചും കൂടി ഒരു സന്തോഷമാണ്. അപ്പം എൻ്റെ മക്കളെ ഞാൻ കൂടെ നിർത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ അജൂസിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തില്ല കേട്ടോ. ഞാൻ കഴിക്കണേ ഭയങ്കര ഇരുട്ട് കേട്ടോ. നമ്മളെ ഡൈനിങ്ങിൽ വീഡിയോ എടുക്കുമ്പോൾ നല്ല വെളിച്ചുണ്ട്, പക്ഷേ ഇതെന്താ എത്ര ഇരുട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല കേട്ടോ. എത്ര ആലോചിച്ചിട്ട് ഇവളെ എടുത്തപ്പോൾ എന്താ എത്ര ഇരുട്ടായിപ്പോയെന്ന്. അപ്പോൾ ഇവള് പറയുന്നുണ്ടായിരുന്നു, ഭയങ്കര ഇരുട്ടാ, ഞങ്ങളെ കാണുന്ന തന്നെയല്ലേ. ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ എടുത്തോ. കുട്ടികളെ മാത്രം വീഡിയോൻ്റെ ഉള്ളിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് കേട്ടോ. അങ്ങനെയൊക്കെ എന്തൊക്കെയോ നിയമങ്ങളാണ് യൂട്യൂബിന്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടാമത് കല്യാണം കഴിക്കുന്നൊക്കെ. അപ്പോൾ അത് വിശ്വസിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ എനിക്ക് കല്യാണം, ഞാൻ പറയുന്ന പോലെ തന്നെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല മക്കളെ. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതാനുഭവങ്ങൾ, എൻ്റെ കൂടെയുള്ള സുഹറുണ്ടല്ലേ, ഒരു 2 കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് ഓരോ ജീവിതത്തിൽ 2 ഭർത്താക്കന്മാർക്കും അവരോട് സ്നേഹം എന്ന് പറഞ്ഞില്ല. നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. ആരും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഉറപ്പില്ല. ഈ രോഗമൊക്കെ ഉള്ള എന്നെ പ്രത്യേകിച്ച് ഓരോ ആവശ്യങ്ങൾക്കായിരിക്കും അവർക്ക് വാല്യൂ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ ചില സമയത്തൊക്കെ നമ്മളെ അടുത്ത് നിന്ന് ഇല്ലാതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അപ്പോഴറിയാം മക്കളെ എന്താണ് അവസ്ഥ എന്നൊക്കെ. അപ്പോൾ വെറുതെ കല്യാണം കഴിച്ച് ക്ഷീണം പിടിക്കണ്ട. എന്താ വെച്ചാൽ ഇപ്പം അടുത്ത് ബീച്ചിൽ പാട്ട് പാടുന്ന ഒരു താത്ത പിന്നെയും കുറേ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 4 വർഷത്തിന് ശേഷം വീണ്ടും ഒരു പാട്ട് പാടാൻ നിൽക്കുന്നത്. ആദ്യം കല്യാണം കഴിച്ചൊരു മോനുണ്ട്, ഒരു ജീവിത സാഹചര്യം കൊണ്ട് അത് ഒഴിവായി. ഇപ്പം രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് പാവം അവർ വീണ്ടും യൂട്യൂബിൽ വീഡിയോ ചെയ്യാനും പാട്ട് പാടാനും ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ 2 കല്യാണം കഴിച്ചിട്ടും നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും അത്ര സ്നേഹം കിട്ടുന്ന ഒരാൾക്കാരൊന്നും വരുമൊന്നുമില്ല. പിന്നെ പഠിച്ചു കഴിഞ്ഞ് എപ്പോഴെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയെങ്കിലും നടക്കും. അത് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞ് വിചാരിച്ചിട്ട് ആരും എനിക്ക് മെസ്സേജ് അയക്കണ്ട കേട്ടോ. എനിക്ക് അങ്ങനെ മെസ്സേജ് അയച്ച് വരുന്ന ഒരാളെയും വിശ്വാസമില്ല. ഈ എന്താണ് പച്ചക്ക് പറഞ്ഞ സെക്ഷൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് വിവാഹം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് ഞാൻ. ആ ഒരു ചിന്താഗതി എനിക്ക് അങ്ങനെ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ വെറുതെ എന്തിനാ ഒരാളുടെ ജീവിതം നമ്മൾ നശിപ്പിക്കുന്നത്. ആ ഒരു ചിന്തന കൊണ്ടാണ് എനിക്ക് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. ആ ഒരു ടോപ്പിക്കാണ് അവർക്ക് വേണ്ടിയത് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരാഗ്രഹം സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല കേട്ടോ. അപ്പോൾ ദയവ് ചെയ്തിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത് ആരും.
പിന്നെ ഞാൻ പറഞ്ഞില്ലേ $145 എനിക്ക് കിട്ടിയത്. അത് 13 ചില്ലറ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പലരും പറയുന്നുണ്ട് മാസം 25,000 30,000 ഒക്കെ കിട്ടും എന്നൊക്കെ. എനിക്ക് അങ്ങനെ ഒന്നും കിട്ടണില്ല കേട്ടോ. എനിക്കിതാ എൻ്റെ ഡോളർ കണ്ടില്ലേ, ഓരോ മാസത്തെ വരുമാനം എത്ര കിട്ടണമെന്നുള്ളതിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് 4 മാസം കൂടിയപ്പോൾ 145 വന്നത്. ഇതിൻ്റെ മുന്നേ എനിക്ക് ഫസ്റ്റ് വരുമാനം തന്നെ $141. 1.5 വർഷങ്ങൾക്ക് ശേഷം വരുമാനം കിട്ടുമ്പോൾ $141. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മാസമായിട്ട് ഇപ്പോൾ $145. അത് ഒന്ന് 12 ചില്ലറയും ഒന്ന് 13 ചില്ലറയുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണിക്കണം എന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ എന്നോട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എടി എനിക്ക് വ്യൂസ് ഉണ്ടല്ലോ, എനിക്ക് എന്താ അത്ര വരുമാനം എല്ലാ മാസവും കിട്ടാത്ത, എന്താ നുണ പറയുകയാണോ? അങ്ങനെ പറയുന്നതുകൊണ്ടാട്ടോ ഞാനിത് കാണിച്ചതിന് പ്രൂഫാണേ. അപ്പോൾ ഇതിൽ കണ്ടില്ലേ, ജനുവരി വരെയുള്ള ഈ $70 ഉണ്ടല്ലോ, അത് നമുക്ക് ആ $141, അതായത് ഫെബ്രുവരിയിൽ കിട്ടിയ വരുമാനമാണ് കേട്ടോ. പിന്നെയുള്ള മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ, ഫെബ്രുവരിത്തെ പൈസ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഇതൊക്കെ ഈ 4 മാസത്തെ പൈസ കൂട്ടിയിട്ടാണ് ഇനിയിപ്പോൾ കിട്ടിയിട്ടുള്ളത് $145 കേട്ടോ. അതിൽ ജൂണത്തെ കുറച്ച് പൈസയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് വരുമാനം കിട്ടിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് തോനെ പൈസ ഒന്നും കിട്ടണില്ല. ഇപ്പോൾ ഫെബ്രുവരിയിൽ മാസം നമുക്കൊരു 10,000 കിട്ടണമെങ്കിൽ ഫെബ്രുവരി തന്നെ $112 കിട്ടണം തോന്നുന്നുണ്ട്. എന്നാലേ നമുക്ക് മാസം കിട്ടുള്ളൂ. ഇത് എനിക്കാകെ $35, $27, $32 ഉള്ളൂടോ. നിങ്ങളിങ്ങനെ പറയല്ലേ, നമുക്ക് അത്രയൊക്കെ കിട്ടണുള്ളൂ. അൽഹംദുലില്ലാഹ് 3 മാസം കൂടുമ്പോൾ കിട്ടില്ലേ. അപ്പോൾ 10,000 കിട്ടി, അവർക്ക് കൊടുത്തു. ഇനി $3,000 ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ പൈസ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ അൽഹംദുലില്ലാഹ് ആരെ കയ്യൊന്നും എത്തണ്ട. ഞാനിങ്ങനെ വിചാരിച്ചിട്ട് വീഡിയോയിൽ പറയേണ്ടി വരും. എന്താ വെച്ചാൽ ടെസ്റ്റിനൊക്കെ പൈസ വേണ്ടല്ലോ, അതിപ്പോൾ എവിടുന്ന അവരുടെ കടം വാങ്ങിയിട്ട് പിന്നെ എപ്പോഴാണ് നമ്മൾ കൊടുക്കാൻ പറ്റുക? അങ്ങനെ കുറേ ചിന്തകളെ ഇനി മനസ്സിൽ. ഏതായാലും അൽഹംദുലില്ലാഹ് പടച്ചോനുണ്ടല്ലോ നമ്മളെ കൂടെ കട്ടൊക്കെ ഉണ്ട്. നിങ്ങളെ പ്രാർത്ഥനയും നമ്മളെ കൂടെ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോയിൽ ഞാൻ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. പിന്നെ മക്കളെ തലയിൽ തട്ടിട്ടിട്ട് വീഡിയോ എടുക്കണം കേട്ടോ എന്ന് പറയും കേട്ടോ പലരും. പക്ഷേ സാഹചര്യം വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. പിന്നെയാണ് കേട്ടോ പഠിച്ചോനെ തട്ടിട്ടില്ലല്ലോ. എന്തായാലും ഒരു പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ തട്ടിടാതെ വീഡിയോ എടുക്കൂല. ഒരു പ്രായപൂർത്തി ആയിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ മദ്രസയിലൊക്കെ പഠിക്കുന്ന പോലെ 10 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് വളർത്തേണ്ടതെന്നൊക്കെ ആണ്. പക്ഷെ പ്രായപൂർത്തിയാണല്ലോ കണക്കില്ലേ. എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റിയിട്ട്. എന്നോട് പലരും പറയലുണ്ട് തട്ടടിപ്പിക്കണം കേട്ടോ, കുട്ടികൾ തട്ടടലുണ്ട് കേട്ടോ ഒരു. പക്ഷേ വീട്ടിൽ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ തട്ടടൂലല്ലോ. പിന്നെ ഞാൻ മറന്നും പോകും കേട്ടോ അവരോട് പറയാൻ. ചിലപ്പോൾ ഒക്കെ പറഞ്ഞാലിടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്കത് തട്ടടിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്നോട് ക്ഷമിക്കുക കേട്ടോ. ഞാൻ പരമാവധി ശ്രദ്ധിക്കും. ഒരു പ്രായപൂർത്തി ആയാലും ഒരിക്കലും തട്ടടാതൊന്നും വീഡിയോയിൽ കാണിക്കൂല. ഇൻഷാ അല്ലാഹ് നമ്മളെ മക്കൾ നമ്മളെ ചിന്തക്കത്ത് ജീവിക്കട്ടെ. ഞാനവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എപ്പോഴും പറയലുണ്ട്, ഉമ്മച്ചിയൊക്കെ ഇല്ലാതായിട്ടുണ്ടെങ്കിലും നിങ്ങൾ അദബും അച്ചടക്കവും വിട്ടിട്ട് പോവരുത് കേട്ടോ. സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന പോലെ നിങ്ങൾ ജീവിക്കരുത് കേട്ടോ എന്നൊക്കെ പറയലുണ്ട്. ഓർക്കും ഇഷ്ടമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് ഇടാനും. പിന്നെ മുഖത്ത് ഇന്ന് മാറ്റിയിട്ട് കണ്ടില്ലേ, എവിടുന്നോ ഇത്തിരി ലിപ്സ്റ്റിക്ക് കിട്ടിക്കണം, അത് കണ്ടില്ല ചുണ്ടിൽ തേച്ച്. ഞാൻ എടുത്ത് കളയും. ഓർക്ക് ആരോ കൊടുത്തതാണ്. നമ്മളിങ്ങനെ വ്ളോഗർമാരൊക്കെ വരുന്നതല്ലേ, ഓരോട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവർ കൊടുക്കും. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, മക്കൾ ചിലപ്പോൾ അവർക്കും ആഗ്രഹം ഉണ്ടാവും. ലിപ്സ്റ്റിക്കൊക്കെ തെറ്റാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നല്ല ഭംഗിയാണ് ചില സമയത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കാണാൻ. പക്ഷേ എനിക്കെന്തോ പോലെയാണ്, ഞാൻ ഉപയോഗിക്കലില്ല. തൊണ്ട അടഞ്ഞു കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ. അപ്പം എല്ലാവരോടും നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് ലൈവ് ഇടും. 1:30 ആകുമ്പോൾ ലൈവ് ഇടണമായിരിക്കും. പൂച്ച ഭയങ്കര കച്ചറ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അപ്പം ഞാൻ നിർത്തട്ടെ കേട്ടോ. അപ്പം എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്. നമ്മൾ വരുമാനം കിട്ടി, അൽഹംദുലില്ലാഹ്.